ഇന്ന് നമുക്ക് ഡീകോഡ് ചെയ്യാനുള്ളത് നമ്മുടെ ഡിസ്പ്ലേ ടെക്നോളജിയിൽ ഒരു കിടിലൻ ഇന്നോവേഷൻ വന്നിട്ടുണ്ട്. എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന മെജോറിറ്റി സ്മാർട്ട് ഫോൺസിലും ഡിസ്പ്ലേസ് യൂസ് ചെയ്യുന്ന ടെക്നോളജി സബ് പിക്സൽ റെൻഡറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡാണ്. ഓരോ പിക്സലിനും വേണ്ട കളേഴ്സ് അതിന്റെ നെയ്ബർ പിക്സൽസ് നിന്ന് കടമെടുത്തിട്ടാണ് ഡിസ്പ്ലേ പവർ ചെയ്യുന്നത്. ഈ ടെക്നോളജി എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പിക്സലിലും RGB കോമ്പിനേഷൻ ഉണ്ടാവില്ല. അതായത് ഓരോ പിക്സലിലും റെഡ് ഓർ ഗ്രീൻ അല്ലെങ്കിൽ ഗ്രീൻ ഓർ ബ്ലൂ ഈ കോമ്പിനേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ ഏതെങ്കിലും ഒരു പിക്സലിന് അതിലില്ലാത്ത ഒരു കളർ കോമ്പിനേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ നെയ്ബർ പിക്സലിൽ നിന്ന് കടമെടുത്തിട്ടാണ് ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു സോഫ്റ്റ്വെയർ ഡ്രിവൺ പ്രോസസ്സ് അതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. സോഫ്റ്റ്വെയർ ഡ്രിവൺ പ്രോസസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ബാറ്ററി കൺസംഷനും അത്യാവശ്യം ഹീറ്റും ഡിസ്പ്ലേ പാനൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് പിക്സൽ റെൻഡറിംഗിന്റെ മേജർ ഡ്രോബാക്ക്. ഇതിനെ ഓവർകം ചെയ്യാനാണ് TCL എന്ന് പറഞ്ഞുള്ള ചൈനീസ് കമ്പനി സൂപ്പർ പിക്സൽ ഡിസ്പ്ലേ എന്ന ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൽ ഇവർ യൂസ് ചെയ്തേക്കുന്ന മെത്തേഡ് റിയൽ RGB എന്ന് പറഞ്ഞുള്ള മെത്തേഡാണ്. അതായത് ഓരോ പിക്സലും RGB ഈ 3 കളേഴ്സിനെയും പ്രൊഡ്യൂസ് ചെയ്യും. ഇതിന്റെ മേജർ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഈച്ച് പിക്സൽ ഹാവ് 3 കളർ കോമ്പിനേഷൻ. അതായത് മറ്റുള്ള പിക്സൽസിന്റെ അടുത്തുനിന്ന് കടമെടുക്കേണ്ട ആവശ്യം ഇതിന് വരുന്നില്ല. മാത്രമല്ല നമ്മൾ എത്ര ക്ലോസർ ആയിട്ട് പാനലിലോട്ട് നോക്കിയാലും ഒരു പേപ്പറിൽ പ്രിന്റ് ചെയ്ത പോലെ ആയിരിക്കും ഇമേജ് ഡിസ്പ്ലേ ചെയ്യുക. അതായത് അത്രയും ക്ലാരിറ്റി ആയിരിക്കും ഇതിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജസിന് ഉണ്ടാവുക. മാത്രമല്ല 420 ppi പിക്സൽ ഡെൻസിറ്റിയും ഈ ഡിസ്പ്ലേക്ക് ഉണ്ട്. സോ നമുക്ക് ഒരിക്കലും എത്ര സൂമിൻ ചെയ്താലും ഇതിന്റെ പിക്സൽസിനെ കാണാൻ കഴിയില്ല. ഈ ഡിസ്പ്ലേ Xiaomi 17 സീരീസിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം എഫക്റ്റീവ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം എഫിഷ്യന്റ് ആണ് ഈ ഡിസ്പ്ലേ എന്നുള്ളത് നമുക്ക് റിയൽ വേൾഡ് യൂസ് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഏതായാലും നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് നിങ്ങൾ കമന്റ്സ് രേഖപ്പെടുത്തുക. അപ്പോൾ ബൈ ബൈ.